ഇന്ന് നമ്മൾ CDSന്റെ ക്ലാസ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് അല്ലെ. ഇപ്പൊ ഫ്രാക്ഷന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇപ്പൊ 1/3 അല്ലെ, 2/3 അതൊക്കെയാണല്ലോ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. പിന്നെ ഡിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം, മൾട്ടിപ്ലൈ ചെയ്യാനറിയാം, അഡീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. അതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. സോ ഞാൻ ആദ്യം തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. CDSന് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ റെഡി ആണല്ലോ? സോ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. ഇപ്പൊ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോ ഉദാഹരണത്തിന് 3/4 ഇതൊരു ഫ്രാക്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ഇപ്പൊ ഇതിനെ നമുക്ക് ഡെസിമൽ ആയിട്ട് എഴുതണമെങ്കിൽ, ഡെസിമൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒക്കെ ആയിട്ട് അല്ലെ, 0.12 അങ്ങനെയൊക്കെ എഴുതാനായിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ഡിവിഷൻ ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം. ഇപ്പൊ ഞാനിതൊന്ന് വേഗം പറഞ്ഞ് എന്നിട്ട് നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിലോട്ട് പോകാം. ഇപ്പൊ 3/4 നിങ്ങൾക്ക് ഡെസിമൽ ആക്കി എഴുതണമെങ്കിൽ ജസ്റ്റ് ഡിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ഇങ്ങനെ ഡിവിഷൻ ചെയ്യുക. 7, 28, 2 ഇവിടെ അല്ലെ, 0 വന്നു, 5 അല്ലെ, 20 അങ്ങനെ വരും. അപ്പോ ഇത് ചെയ്തു വരുമ്പോ എന്ത് വരും? 3/4 ചെയ്തു വരുമ്പോ 0.75 കിട്ടും. 0.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആണെന്ന് പറയാം. ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. 5 വെച്ച് സ്റ്റോപ്പ് ചെയ്തു, പിന്നെ ഇങ്ങനെ വരുന്നില്ല അല്ലെ. ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആണെന്ന് പറയാം. ഓക്കെ, ടെർമിനേറ്റിംഗ് ആണ്. ഇത് ടെർമിനേറ്റിംഗ് ആണ്. അതേസമയം വേറൊരു എക്സാമ്പിൾ നോക്കാം. 1/3. 1/3 നമുക്കൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കിയാലോ. 1/3 പോയിന്റ് എഴുതി, 0 എഴുതി, 3 എഴുതി, 9, 1 നിങ്ങൾക്ക് ഡിവിഷൻ ഫെമിലിയർ ആണല്ലോ. 3 എഴുതി, 9, 1, 3 എഴുതി. അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അവസാനിക്കുന്നില്ല. 0.3333 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഫ്രാക്ഷൻസ്. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് ആണ്. ആദ്യത്തെ ടെർമിനേറ്റിംഗ് ആണ്. ഇവിടെ നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇത് നമുക്ക് എന്തെന്ന് വിളിക്കാം? പേരെന്താണ്? നോൺ ടെർമിനേറ്റിംഗ്. അവസാനിക്കുന്നില്ല. ഈ 3 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. നോൺ ടെർമിനേറ്റിംഗ്. പിന്നെന്താന്ന് അറിയാമോ? വേറെന്തെങ്കിലും റിക്കറിംഗ് ആണെന്ന് പറയാം. റിക്കറിംഗ് എന്ന് പറഞ്ഞാല് റിപ്പീറ്റ് ചെയ്യാണ്. 3 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. റിക്കറിംഗ് ആണ്. റിക്കറിംഗ്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. 0.3. ആ 3 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ 3യുടെ മുകളിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. 0.3 ബാർ. അപ്പൊ 3യുടെ മുകളിൽ ഒരു വര വരയ്ക്കുക. അതിന്റെ അർത്ഥം 3 അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആദ്യത്തെ എന്താണ്? ആദ്യത്തെ ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻസ് ആണ്, ഡെസിമൽസ് ആണ്. രണ്ടാമത്തത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, അവസാനിക്കണില്ല, എന്നാലോ റിക്കറിംഗ് ആണ്. ആദ്യത്തത് ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് അല്ലെ, അവസാനിക്കുന്നുണ്ട്. ഈ ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗും ഇവര് രണ്ടുപേരും എന്തായിരിക്കും എന്ന് പറയാമോ? ഇവരെല്ലാം റാഷണൽ നമ്പർ ആണെന്ന് പറയാം. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അവരെ ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിൽ എഴുതാൻ പറ്റും. റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാല് എന്താണ്? ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിൽ എഴുതാൻ പറ്റും. ഇന്റിജർ എന്ന് പറഞ്ഞാല് 0, 1, 2, 3, 4, 5 എക്സിട്ര, അല്ലെങ്കിൽ -1, -2, -3 അങ്ങനെ എക്സിട്ര. മനസ്സിലായല്ലോ? അപ്പൊ അതൊന്ന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റിക്കറിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റിക്കറിംഗ്, റിപ്പീറ്റിംഗ് ആണ്. അങ്ങനത്തെ ഫ്രാക്ഷൻസുകളെല്ലാം, ഡെസിമൽസുകളെല്ലാം, അതെല്ലാം നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാൻ പറ്റും. അതായത് ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കൺവേർഷൻ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? അതേസമയം വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗിന് ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോ വേറൊരു എക്സാമ്പിൾ ഞാൻ തിയറി ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പ്രോബ്ലത്തിലോട്ട് പോകുന്നതല്ല നല്ലത് അല്ലെ. എന്നാ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ P/Q ഫോമിൽ എഴുതുന്നില്ല. വേറൊരു എക്സാമ്പിൾ 0.2525 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം.
ഇതിനെ നമുക്ക് ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിലോട്ട് ആക്കാം. ഇതും നോൺ ടെർമിനേറ്റിംഗ് ആണ്, അവസാനിക്കുന്നില്ല. റിക്കറിംഗ് ആണ്, റിപ്പീറ്റിംഗ് ആണ്. 25 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഇന്റിജർ ബൈ ഇന്റിജർ ആക്കണേന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. 25 എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു വര വരയ്ക്കുക. 2-ന്റെയും 5-ന്റെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം. 5-ന്റെ മുകളിൽ മാത്രമേ വര വരയ്ക്കുന്നുള്ളെങ്കിൽ 5 5 5 5 5 അങ്ങനെ 5 മാത്രം റിപ്പീറ്റിംഗ് ആണ്. 25-ന്റെ മുകളിൽ ഫുൾ ആയിട്ടൊരു വര വരച്ചാൽ 25 25 25 അങ്ങനെ. അപ്പൊ ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പർ ആണ്. മനസ്സിലായല്ലോ? ഇതെല്ലാം റാഷണൽ ആണ്. ദിസ് ഈസ് ഇതിന് നമുക്ക് ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിൽ എഴുതാൻ പറ്റും. ഇത് എന്ത് ടൈപ്പ് ആണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിക്കറിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്താണ് നോൺ ടെർമിനേറ്റിംഗ്? നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നില്ല, പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവസാനിക്കാതെ പോവാ. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിംഗ്. നോൺ റിക്കറിംഗ് അതായത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ നമ്പറുകളൊന്നും ഒരിക്കലും ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിൽ വരില്ല. ഫോർ എക്സാമ്പിൾ √3. √3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നമ്പറിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് 3 വരുന്നത്, അല്ലെ? ഏത് നമ്പറിനെ സ്ക്വയർ ചെയ്താൽ 3 വരും. അതാണ് √3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വാല്യൂ 1.732015 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അവസാനിക്കില്ല. ഇത് ഡിജിറ്റ് റിപ്പീറ്റ് അല്ല, അവസാനിക്കാതെ പോകും. അപ്പൊ ഇത് എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്, അവസാനിക്കുന്നില്ല. നോൺ റിക്കറിംഗ് ആണ്, ഇവിടെ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ ഡിജിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പൊ അതിനൊരിക്കലും ഇന്റിജർ ബൈ ഇന്റിജറിൽ വരില്ല. ഇറാഷണൽ നമ്പർ എന്നാണ് നമ്മൾ ഇതിനെ പറയാ. ഇങ്ങനത്തെ നമ്പറിനെ പറയുന്ന പേരെന്താണ്? ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിൽ ഒരിക്കലും എഴുതാൻ പറ്റില്ല. ഇന്റിജർ ബൈ ഇന്റിജർ എന്ന് പറഞ്ഞാൽ 5/7 2/3 1/3 പോലത്തെ രീതിയിൽ എഴുതാൻ പറ്റില്ല ഇതിനൊന്നും. അതുപോലെ റൂട്ടോ ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നോൺ ടെർമിനേറ്റിംഗ് ആണ്, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും അവസാനിക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്യാതെ റാൻഡം ആയിട്ട് ഇങ്ങനെ ഡിജിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി അപ്പൊ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് അതായത് 0.252525 അങ്ങനെയൊക്കെ വരുമ്പോ അതിനെങ്ങനെയാണ് ഇന്റിജർ ബൈ ഇന്റിജറിലോട്ട് ആക്കുന്നത്, അതിന്റെ പ്രോബ്ലംസുകൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ടാണ് ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയാലോ? സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് CDSE-ന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കിയാലോ? ഇത് നോക്കാം. ഇത് CDS 2007 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. കൺസിഡർ ദ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ്. ഫസ്റ്റ് 1.16666 എക്സെട്ര. ഈ 6 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അവസാനിക്കുന്നില്ല. ഇനി സെക്കൻഡ് 1.18118118 അതും അത് എന്ന് വെച്ചാ എന്താ പറയാ, സ്റ്റോപ്പ് ആവണില്ല, ടെർമിനേറ്റ് ആവുന്നില്ല, പക്ഷെ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് റാൻഡം ആയിട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് ഓർഡർ ഇല്ല. അതായത് 181818 അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെയല്ലല്ലോ. 18 പിന്നെ 11 ആയി മാറി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 111 ആയി മാറി. അങ്ങനെയൊക്കെ റാൻഡം ആയിട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റേഷൻ ഇല്ല. റിപ്പീറ്റേഷൻ ഉദ്ദേശിച്ചത് 12 12 12 അങ്ങനെ, അല്ലെങ്കിൽ 82 82 82 82 അങ്ങനെയൊന്നുമല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ 4 നമ്പേഴ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് വേണ്ടത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് റെപ്രസെന്റ്സ് റാഷണൽ നമ്പർ. അപ്പൊ റാഷണൽ നമ്പർ ആവണമെങ്കിൽ ഒന്നുകിൽ നമ്പറിന്റെ പോയിന്റ് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ആവണം. റാഷണൽ നമ്പർ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ അത് സ്റ്റോപ്പ് ആവണം. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരണം ഡിജിറ്റ്. അപ്പൊ ഇതിലൊന്നും സ്റ്റോപ്പ് ആവണില്ല, എന്നാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ ആരാണോ അയാളാണ് റാഷണൽ നമ്പർ, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇതില് റാഷണൽ നമ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 1 റാഷണൽ ആണ്, കാരണം അവിടെ 6 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. 3 ഇല്ല, 0 1 പിന്നെ 0 1 അല്ല, പിന്നെ 0 0 1 0 0 0 1 അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ ഇല്ല അവിടെ. ഓക്കെ, അപ്പോ 1 റാഷണൽ ആണ്. പിന്നെ ഏതാണെന്ന് പറയാമോ?
4 നോക്കിയ 4 റാഷണൽ അല്ലേ? 4 5 പോയിന്റ് കഴിഞ്ഞിട്ട് 4 5 4 5 4 5 അങ്ങനെ 4 5 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോ ഈ കൂട്ടത്തില് റാഷണൽ നമ്പർ വരുന്നത് ഏതാണെന്ന് മനസ്സിലായോ? 1 and 4 ആണ്. 1 and 4. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. CDS 2007 ആണ്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാമല്ലോ. അഗൈൻ 2007 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറച്ച് ലെങ്തി ആയിരിക്കും പ്രോബ്ലം. ഓക്കെ, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. ക്വസ്റ്റ്യൻ ഈസ് ഇഫ് 2.525252 മനസ്സിലായല്ലോ? 52 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഈക്വൽ ടു P/Q. അതായത് ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിൽ എഴുതിയതാണ് ഉദ്ദേശിച്ചത്. അതായത് ഇത് റാഷണൽ ആണല്ലോ, അതുകൊണ്ട് ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിലോട്ട് ആക്കാം. Then what is the value of Q/P? Q/P ആണ് വേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമുക്ക് 2.525252 ഇല്ലേ, അതിനെ നമുക്ക് ആദ്യം P/Q ഫോമിലോട്ട് ആക്കാം, എന്നിട്ടൊന്ന് റെസിപ്രോക്കൽ എടുക്കാം. അങ്ങനെ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് പറയാ. ചില ഡിവിഷൻ ചെയ്യുന്ന സ്റ്റെപ്പുകളും മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പുകളും എല്ലാം ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ അല്ലെ? സോ ഞാൻ ഇതിന്റെ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോ ഞാൻ പറഞ്ഞുതരാം. ഈ റിക്കറിങ് ആയിട്ടുള്ളത് അല്ലെ, നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ്, അങ്ങനെ വരുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് P/Q ഫോമിൽ എഴുതാം, അതിനൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന നമ്പറിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. ജനറൽ ആയുള്ള മെത്തേഡാണ്. തന്നിരിക്കുന്ന നമ്പറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എക്സ്. എക്സ് ഈക്വൽ ടു എന്താണ്? 2.525252 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അവസാനിക്കണില്ല. ഓക്കെ ആണല്ലോ? നമുക്ക് എക്സിനെ, ഈ പറഞ്ഞ നമ്പറിനെ P/Q ഫോമിലോട്ട് ആക്കണം. അപ്പൊ അതിനു വേണ്ടി എത്ര ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? എത്ര ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? 2 എണ്ണം അല്ലെ? 2 ഡിജിറ്റ് ആണ്. 52 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓർത്ത് വെച്ചേക്കാവോ? 1 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ വിത്ത് 10. 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ വിത്ത് 100. 3 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് 154 154 154 അങ്ങനെ 3 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ എത്ര ഡിജിറ്റ് ആണോ അത്രയും 0 വരുന്ന രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. ഓക്കെ ആണല്ലോ? പിന്നെ വേറൊരു കാര്യം, പോയിന്റ് കഴിഞ്ഞ വരുന്ന ഡിജിറ്റ്, പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ റിപ്പീറ്റേഷൻ തുടങ്ങണം. പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ റിപ്പീറ്റേഷൻ തുടങ്ങണം എന്ന് പറഞ്ഞാല് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 5 ആണ്. ആ 52-ല് ആ 5 പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അത് ഞാൻ വേറെ എക്സാമ്പിളിൽ പറഞ്ഞുതരാം, അതിനെപ്പറ്റി ഡോണ്ട് വറി. സോ അപ്പൊ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പർ 5 അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ? ഓക്കെ, ശരിയാണല്ലോ? ഓക്കെ, സോ ഇവിടെ 52 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ 2 സൈഡിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2 സൈഡിലും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് റൈറ്റ് സൈഡിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാലോ നിങ്ങൾക്ക്? പോയിന്റ് 2 പൊസിഷൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്നതാണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോയിന്റ് 1 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോയിന്റ് 2 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങും അല്ലെ? ശരിയല്ലേ? ഓക്കെ ആണ്? ക്ലിയർ ആണ്? അപ്പോ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, 2 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ 252 പോയിന്റ് 2 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങി. പിന്നെ വരുന്നത് 52 അല്ലെ? 2 പൊസിഷൻ നീങ്ങിയാലും അപ്പോഴും ഒരു 52 എന്ന് പറഞ്ഞിട്ട് അല്ലെ? ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും 52 എഴുതിക്കോ, നോ പ്രോബ്ലം. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായല്ലോ? നമുക്ക് 2 - 1 ചെയ്താൽ ആ 0.52 ക്യാൻസൽ ആയി പോകും. കാരണം 0.5252 ഇവിടെയും വരുന്നുണ്ട്, 0.5252 ഇവിടെയും വരുന്നുണ്ട്. ആ 0.5252 കളയാൻ വേണ്ടി 2 - 1 ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ 100x - x 99x ആണ് അല്ലെ? 100x - x എത്ര? 99x അല്ലെ? അപ്പൊ റൈറ്റ് സൈഡിൽ മൈനസ് ചെയ്യുമ്പോൾ ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ 0.5252 രണ്ട് സൈഡിൽ ക്യാൻസൽ ആവും. 252 - 2 വരും അല്ലെ? 252 - 2 ശരിയാണല്ലോ? കറക്റ്റ് അല്ലേ? നോക്കിയാൽ അതെ, അതായത് 250 വരും.
അപ്പൊ 99 x = 250 വന്നു. അപ്പൊ എക്സ് എന്ത് വരും? എക്സ് 250 ഡിവൈഡഡ് ബൈ 99 എന്ന് വരും. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന P/Q അല്ലെ? ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് P/Q. പക്ഷെ നമുക്ക് വേണ്ടത് Q/P ആണ്. ഇത് P/Q ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ Q/P ആണ് വേണ്ടത്. അപ്പൊ Q/P കാണണമെങ്കിൽ ഇത് തിരിച്ചിട്ടാ പോരെ, ഐ മീൻ റെസിപ്രോക്കൽ എടുത്താ പോരെ അല്ലേ? അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോ 99/250 വരും അല്ലേ? 250/99 റെസിപ്രോക്കൽ 99/250 അല്ലേ? അപ്പൊ ഞാനിവിടെ ബേസിക് ഓപ്പറേഷൻസ്, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പും ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പും ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞുതരാം. 99/250 അങ്ങനെയല്ല ചോയ്സ്. അത് ഡിവിഷൻ ചെയ്തിട്ട് ഏത് ഓപ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഡിവിഷൻ ചെയ്യാനായിട്ട് ഡിവിസിബിൾ അല്ല. അപ്പൊ 0 ഇട്ടു, അപ്പൊ 0 വന്നു അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 3 എഴുതി അങ്ങനെ എഴുതി പോയാൽ മതി. മെത്തേഡ് ക്ലിയർ ആണല്ലോ അല്ലെ ഡിവിഷൻ ചെയ്യണത്? അപ്പൊ ചെയ്ത് നോക്കണം നിങ്ങൾ. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 0.396 വരും. ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണേ. അപ്പൊ 0.396 വരും. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. CDS 2007 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. സോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലൂടെ പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2007 തന്നെയാണ്. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? 3 പോയിന്റ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3.292929 എക്സെട്ര ഈസ് എന്താണ്? ഇത് 29 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇത് റാഷണൽ നമ്പർ ആണ്. നോൺ ടെർമിനേറ്റിംഗ്, അവസാനിക്കുന്നില്ല, റിപ്പീറ്റഡ് ആണ്. അങ്ങനത് റാഷണൽ നമ്പർ ആണ്. P/Q ഫോം, ഇന്റിജർ ബൈ ഇന്റിജർ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറുകളാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റാഷണൽ. ബാക്കിയുള്ള ചോയ്സ് അപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? അത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. സോ ഇത് വളരെ സിമ്പിൾ ആയുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇത് നമുക്ക് നോക്കിയാലോ? ഇത് 2008 CDS. Consider the following statements. 1/22 cannot be written as a terminating decimal. Terminating എന്ന് പറഞ്ഞാൽ മറന്നുപോയിട്ടില്ലല്ലോ നിങ്ങൾ? സ്റ്റോപ്പ് ആവണം. പോയിന്റ് കഴിഞ്ഞിട്ട് കുറച്ച് എത്രയോ ഡിജിറ്റ് വരാം, നോ പ്രോബ്ലം. പക്ഷെ അത് സ്റ്റോപ്പ് ആവണം. അതാണ് ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. 1/22 cannot be written as terminating. അപ്പൊ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഡിനോമിനേറ്റർ, DR എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമിൽ എഴുതിയാണ്. ഡിനോമിനേറ്റർ ഹാസ് എ ഫാക്ടർ 3, 7, 9 എന്ന് പറയണ്ട. 3 ഫാക്ടർ ആവുമ്പോ, ഐ മീൻ 9 ഫാക്ടർ ആയ 3 ഫാക്ടർ ആയിക്കോളല്ലോ. 3, 7, 11, 13 ഇങ്ങനത്തെ പ്രൈം നമ്പറുകൾ. 2 വേണ്ട കേട്ടോ. 3, 7, 11, 13, 17 അങ്ങനത്തെ പ്രൈം നമ്പറുകളാണ് ഡിനോമിനേറ്റർ സൈഡിൽ വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ബട്ട് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് ആയിരിക്കും കേട്ടോ. കാരണം അറിയാമല്ലോ, റിക്കറിംഗ് ആണ്. കാരണം റാഷണൽ നമ്പർ ആയിരിക്കുമല്ലോ. മറക്കൂലല്ലോ. ഡിനോമിനേറ്റർ ഹാസ് എ ഫാക്ടർ 3, 7, 11, 13, 17 അങ്ങനത്തെ പ്രൈം നമ്പേഴ്സ്. മനസ്സിലായല്ലോ? അങ്ങനെ വന്നു കഴിഞ്ഞാല് അതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അത് സ്റ്റോപ്പ് ആവില്ല. ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് എന്താണ്? റിക്കറിംഗ് ആണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ. അതേസമയം 2, 4, 8 അങ്ങനത്തെ 16 എക്സെട്ര 2ന്റെ മൾട്ടിപ്പിൾസുകളൊക്കെ വരികയാണെങ്കിൽ 2, 4, 8, 16 അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ടെർമിനേറ്റിംഗ് ആയിരിക്കും. അതെന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും. ബൈ ഹാർട്ട് ആക്കി വെക്കാം. ഉദാഹരണത്തിന് 15/2 7.5 ടെർമിനേറ്റിംഗ് ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ഹാസ് എ ഫാക്ടർ 2, 4, 8 അതുപോലെ എന്തെങ്കിലും. അതായത് ഡിനോമിനേറ്റർ ഇങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ഈസ് എന്ന് എഴുതാം അല്ലെ? ഈസ് 2, 4, 8, 16 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആണ്. അത് പോയിന്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് ആവും. ഡിനോമിനേറ്റർ 3, 7, 11 എക്സെട്ര ഇതിൽ ഏതെങ്കിലും ഫാക്ടർ ആണെങ്കിൽ, റിമെമ്പർ ഫാക്ടർ ആണെങ്കിൽ
അതൊരിക്കലും അവസാനിക്കില്ല, റിപ്പീറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. 1/22 cannot be written as a terminating decimal. അത് ശരിയല്ലേ? കാരണം അവിടെ 22ന്റെ ഫാക്ടറിൽ 11 ഉണ്ട്. അവിടെ ഡിനോമിനേറ്ററിൽ 22ൽ ആ ഫാക്ടർ 11 ഉണ്ട്. ഡിനോമിനേറ്ററിൽ 11 ഫാക്ടർ ആയി കഴിഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് ആണ്. അപ്പൊ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് ടെർമിനേറ്റിംഗ് ആണ്. അത് തെറ്റാ. 11 ഫാക്ടർ വന്നു കഴിഞ്ഞാല് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ, 11 താഴെ ഫാക്ടർ വന്നു കഴിഞ്ഞാല് അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, അവസാനിക്കില്ല. അപ്പൊ ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. 2/15 ക്യാൻ ബി റിട്ടൺ ആസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. അവിടെ ശരിയാവോ? അവിടെ ഡിനോമിനേറ്ററിൽ 3 ഫാക്ടർ ആണ്, 15 എന്നല്ലേ താഴെ. ഡിനോമിനേറ്ററിൽ 15 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ 3 ഫാക്ടർ ആണ്. ഡിനോമിനേറ്ററിൽ 3 ഫാക്ടർ ആണെങ്കിൽ അത് സ്റ്റോപ്പ് ആവില്ല. അപ്പൊ റിട്ടേൺ ക്യാൻ ബി റിട്ടേൺ ആസ് എ ടെർമിനേറ്റിംഗ്, അത് ടെർമിനേറ്റിംഗ് അല്ല, അത് സ്റ്റോപ്പ് ആവണില്ല. മനസ്സിലായല്ലോ? അത് സ്റ്റോപ്പ് ആവണില്ല. 1/16 താഴെ 16 ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് സ്റ്റോപ്പ് ആവുന്നതാണ്, ടെർമിനേറ്റിംഗ് ആണ്. അല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്റർ 16 ആണെങ്കിൽ ടെർമിനേറ്റിംഗ് ആണ്, സ്റ്റോപ്പ് ആവും. ഇത് കറക്റ്റാ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലായോ? തേർഡ് വൺ ആണ്. 1/16 ക്യാൻ ബി റിട്ടൺ ആസ് ദ ടെർമിനേറ്റിംഗ് ഡെസിമൽ. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 3 ഈസ് കറക്റ്റ്. ഓൺലി 3 ഈസ് കറക്റ്റ്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ഇത് CDS 2008 ആണ്. ഇത് കുറച്ച് ഇക്വേഷൻസുകളൊക്കെ ഫോം ചെയ്തിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് ആൻസർ കിട്ടില്ല ഇത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് CDS 2008 ആണ്. കുറച്ച് കാൽക്കുലേഷൻസുകൾ ഉണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. If 1 is subtracted from the numerator of a fraction, it becomes 1/3. And if 5 is added to the denominator, the fraction becomes 1/4. Which fraction shall results if 1 is subtracted from the numerator and 5 is added to the denominator? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് അസ്യൂം ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക, അത്ര ഈസി അല്ല. നമുക്ക് അസ്യൂം ചെയ്യാം ഫ്രാക്ഷൻ x/y ആണെന്ന് അസ്യൂം ചെയ്യാം. നമുക്കൊരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. വേണ്ട ഫ്രാക്ഷൻ x/y ആണെന്ന് അസ്യൂം ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾ ഓപ്ഷൻസ് വെച്ച് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 1 സബ്ട്രാക്ട് ചെയ്യുക, ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1/3 ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നത് അല്ലേ? ഓപ്ഷൻ എ നോക്കാം. ഏത് ഓപ്ഷനാണ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഓപ്ഷൻ എ പറയുന്നത് ആൻസർ 5/12 ആണെന്നാണ്. അപ്പൊ നമ്മളെ കണ്ടീഷൻസ് എല്ലാം ഓരോന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാലോ. 1 സബ്ട്രാക്ട് ചെയ്യാണ് അല്ലെ? 1 സബ്ട്രാക്ട് ചെയ്യാണ്. ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാല് 5/12. ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4/12, 1/3. അത് ശരിയായിട്ടുണ്ട്. 1/3 വരും അല്ലെ? ശരിയല്ലേ? 4/12 റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/3 വരുമല്ലോ. പക്ഷെ അത് മാത്രം ശരിയായ പോരാ. 5 is added to the denominator, fraction becomes 1/4. 5 ആഡ് ചെയ്യുമ്പോൾ ശരിയാവണില്ല. ഡിനോമിനേറ്ററിൽ 5/12 ഡിനോമിനേറ്ററിൽ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാല് 5/17 ആണ്. അത് 1/4 അല്ല. അത് 1/4 അല്ല. അപ്പൊ തന്നെ ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി. ഇത് വേഗം കിട്ടും. ഇതാണ് നല്ലത്. ഇനി ഓപ്ഷൻ ബി നോക്കാം. നമ്മൾ ഫ്രാക്ഷൻ 7/23 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 മൈനസ് ചെയ്യാണ്. ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6/23 ആണ് വരാം. ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6/23 ആണ്. അത് 1/3 അല്ല. അപ്പൊ അത് പോയി. ഇനി ചോയ്സ് സി നോക്കാം. 1/8. ഇവിടെ നമുക്ക് നോക്കാം. ഇത് ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മള് ഇനീഷ്യൽ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, അത് സിംപ്ലിഫൈഡ് ഫോം ആണോ നമുക്ക് ഐഡിയ ഇല്ല. ഇനീഷ്യൽ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ഫോം ആണെന്ന് അറിയില്ല. അപ്പൊ അത് നമുക്കറിയാത്തത് കൊണ്ട് ഞാൻ ഈ മെത്തേഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, ഈ മെത്തേഡ് ഡ്രോപ്പ് ചെയ്യാണ്. അതായത് തുടക്കത്തിൽ ചിലപ്പോൾ അവര് 1/8 എന്നായിരിക്കില്ല, ചിലപ്പോൾ 2/16 മനസ്സിലായാലോ? സിംപ്ലിഫൈഡ് ഫോമിൽ ആക്കാത്ത ഫ്രാക്ഷൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അതുകൊണ്ട്
ഞാൻ ഈ മെത്തേഡ് ഡ്രോപ്പ് ചെയ്തിട്ട് സാധാ മെത്തേഡിൽ ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്നുകൂടി പറയാം. 1 is subtracted from the numerator of a fraction, it becomes 1/3. If 1 is subtracted from the numerator of a fraction, it becomes 1/3. And if 5 is added to the denominator, fraction becomes 1/4. Which fraction shall results if 1 is subtracted from the numerator and 5 is added to the denominator? അപ്പൊ ഞാനിത് ജനറൽ മെത്തേഡിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് ദ ഫ്രാക്ഷൻ ബി. ലെറ്റ് ദ ഫ്രാക്ഷൻ ബി എക്സ് ബൈ വൈ ഇങ്ങനെ അസ്യൂം ചെയ്യുക. സിംപ്ലിഫൈഡ് ഫോം ആവണം നിർബന്ധമില്ലത്. ഇതാണ് നമ്മളെ ഫ്രാക്ഷൻ. അസ്യൂം ചെയ്യുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 1 is subtracted from the numerator അല്ലെ. ന്യൂമറേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്യാണ്. എക്സിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1, ഡിനോമിനേറ്റർ വൈ ആയി. അങ്ങനെ ചെയ്താൽ ഇത് 1/3 ആവും എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അങ്ങനെ ചെയ്താൽ ഇത് എന്താവും? 1/3 ആവും എന്നാണ് പറയുന്നത്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണമല്ലോ. നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ 3 × x - 1. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3x - 3. ഇവിടെ y × 1 വൈയും വരും അല്ലെ. നിങ്ങൾക്കറിയാലോ, രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ആണെങ്കിൽ 3 × x - 1 3x - 3 1 × y ഇങ്ങനെ വരും. y = 3x - 3 ഒരു ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട് അല്ലെ. y = 3x - 3. ഇനി വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഫ് 5 is added to the denominator. നമ്മളെ ഫ്രാക്ഷൻ x/y ആണ് നമുക്കറിയാം. 5 is added to the denominator. ഡിനോമിനേറ്ററിൽ ഞാൻ 5 ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1/4 ആവുമെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലെ. അപ്പൊ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. x × 4 4x, 1 × y + 5 y + 5 ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. എക്സും വൈയും കിട്ടിയാൽ ആൻസർ ആവുള്ളൂ നമുക്ക്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 4x = y + 5 ആണല്ലോ. y എന്താണ് ഇവിടെ? ഇവിടെ y എന്താ? ഇവിടെ 4x = y + 5 ആണല്ലോ. വാട്ട് ഈസ് ദിസ് y? ഈ y എന്താണ്? ഈ y നെ നമുക്ക് 3x - 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇക്വേഷൻ 1 y = 3x - 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4x = y + 5 ആ വൈയുടെ സ്ഥാനത്ത് എന്ത് എഴുതാൻ പറ്റും? വൈയുടെ സ്ഥാനത്ത് 3x - 3 എന്ന് എഴുതാം. അപ്പൊ ഞാനിവിടെ വൈക്ക് പകരം 3x - 3 എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട്. ഈ 3x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 4x - 3x x വരും. 5 - 3 2 വരും. അപ്പൊ നമുക്ക് x = 2 എന്ന് കിട്ടി അല്ലെ. x = 2 എന്ന് കിട്ടി. ഇനി നമുക്ക് y എങ്ങനെ കാണുന്നത്? y കാണണമെങ്കിൽ എക്സിന്റെ വാല്യൂ 2 എന്നുള്ളത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ വാല്യൂ 2 എന്നുള്ളത് 1 ഇട്ട് കൊടുക്കാം. എക്സിന്റെ വാല്യൂ 2 കൊടുത്താൽ y എന്ത് വരും?